ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. ലാസ്റ്റ് എപ്പിസോഡിൽ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതിനുള്ള പേജ് റെൻഡർ ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇമേജസും ഒക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ പേജിൽ ആദ്യം പ്രോഡക്റ്റ് നെയിം ഉണ്ട്, പിന്നെ വരുന്നത് ബ്രാൻഡും ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് ബാക്ക് എൻഡിൽ നിന്ന് ബ്രാൻഡും കാറ്റഗറീസും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ ആ വരുന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് ഇവിടെ ഡിസ്പ്ലേ കാണിക്കണം. നമുക്ക് ആദ്യം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ നമ്മുടെ EGS ഫയൽ വന്നതിന് ശേഷം ബ്രാൻഡ്, ഓക്കെ, ഇവിടെ നമുക്ക് സെലക്റ്റിന് താഴെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാ ബ്രാൻഡും ആക്സസ് ചെയ്യാം. ലെറ്റ് I assign 0. കേർലി ബ്രാക്കറ്റ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ദെൻ ഓപ്ഷന് ശേഷം ക്ലോസ് ചെയ്യാം. നമുക്ക് വാല്യൂവിൻ്റെ ഇവിടെ ബ്രാൻഡ് ആക്സസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ബ്രാൻഡ് നെയിം ആക്സസ് ചെയ്തു. ഈ വാല്യൂ നമുക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അഗൈൻ ഇത് തന്നെ ഡോട്ട് ബ്രാൻഡ് നെയിം. അതുപോലെ തന്നെ കാറ്റഗറിയിൽ സെലക്ട് ടാഗിന് തൊട്ട് താഴെ ഫോർ ലൂപ്പ്. കേർലി ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഡോട്ട് നെയിം. ഓക്കെ, ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, നമ്മുടെ ബ്രാൻഡുകളെല്ലാം അവൈലബിൾ ആണ്. കാറ്റഗറീസ് അതുപോലെ തന്നെ. ഇനി നമുക്ക് ഫോം സബ്മിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാം. നമ്മുടെ മെത്തേഡ് വരുന്നത് പോസ്റ്റ് മെത്തേഡ്, റൂട്ട് അൺമീൻ, ആഡ് പ്രോഡക്ട്സ്, എൻക്രിപ്ഷൻ ടൈപ്പ്,
അത് മൾട്ടി പാർട്ട്, അതായത് ഇമേജ് ഫയൽസ് എല്ലാം ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി പാർട്ട് ഫോം ഡേറ്റ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാലിഡേറ്റ് ഫോം കോൾ ചെയ്ത് അത് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നത്. സോ റിട്ടേൺ വാലിഡേറ്റ് ഫോം. താഴെ സെയിൽസ്, ക്വാണ്ടിറ്റി, കളറ്, കാറ്റഗറി. ഇനി മെയിനായിട്ട് വരുന്നത് ഇമേജ് ആണ്. നമ്മൾ ഇമേജ് ഹാൻഡിൽ ചെയ്യുന്നത് 3 രീതിയിലാണ്. അതായത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇമേജ് പ്രിവ്യൂ ചെയ്യാൻ പറ്റണം, ദെൻ അത് ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്യണം, ദെൻ സേവ് ചെയ്യണം. ഇങ്ങനെ 3 കാര്യം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് വ്യൂ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഉണ്ട്. ഓരോ ഇമേജസും പ്രിവ്യൂ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഈവൻറ്റ് ഹാൻഡിലേഴ്സ് ഉണ്ട്. അത് നമുക്ക് താഴെ ഡിഫൈൻ ചെയ്യണം. വ്യൂ ഇമേജ് എന്ന് പറഞ്ഞ ഫങ്ഷൻ, സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട് ഓരോ ഇമേജിനും. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എല്ലാം ഗോ ത്രൂ ചെയ്യണം. ഇത് ഏതൊക്കെയാണ് ഫോമിലെ ഓരോ ഫീൽഡുകളും നെയിമും ഐഡിയും ഒക്കെ ഏതാണെന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സബ്മിറ്റ് ഫങ്ഷനായിട്ട് വരുന്നത്. നമുക്കിത് ഇനി താഴെ വന്നിട്ട് ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ്. ഇതിനകത്തായിരിക്കും നമ്മൾ വാലിഡേറ്റ് ഫോം ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. സോ ഇതിൻ്റെ റിട്ടേൺ വാല്യൂ ട്രൂ ആയാൽ മാത്രമേ ആയിരിക്കും വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ വർക്കാവുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇഫ് കണ്ടീഷനകത്ത് വാലിഡേറ്റ് ഫോം നമ്മൾ എഴുതുന്നത്. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോംസ് ഡോട്ട് സബ്മിറ്റ്. ഇത് ഓക്കെ ആണെങ്കിൽ, വാലിഡേഷൻ ഓക്കെ ആണെങ്കിൽ ഫോം സബ്മിറ്റ് ആകും. വാലിഡേറ്റ് ഫോം എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി സൈനപ്പ് പേജിൻ്റെ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ അതിൻ്റെ കോഡ് ഞാൻ ഫോൾഡറിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇതിന് ഡിസ്ക്രിപ്ഷനോടത്തെയാണ് ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണല്ലോ, ഇനി അത് ഒന്നുകൂടി പറയേണ്ട കാര്യമില്ല. സോ അതിൽ അഡ്മിൻ ഫോൾഡറിനകത്ത് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിൽ വാലിഡേറ്റ് ഫോം എന്നുള്ള ഒരു ഡോക്സ് ഫയലുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് വേസ് കോഡിൽ പേസ്റ്റ് ചെയ്താൽ മതി. വാലിഡേറ്റ് ഫോം ഫംഗ്ഷൻ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ഫോൾഡറിൽ പോയിട്ട് അതവിടെ നിന്ന് നേരെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക്
ഇമേജസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് പ്രിവ്യൂ ചെയ്യാൻ പറ്റണം, ദെൻ ക്രോപ്പ് ചെയ്യണം, അതിനുശേഷം സേവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സബ്മിറ്റ് ആവുന്നത്. സോ ആദ്യത്തെ ഇമേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻ വ്യൂ ഇമേജ് 1 എന്ന് പറഞ്ഞിട്ട്, സോ അവിടെ നിന്ന് വരുന്ന ഈവൻറ്റ് ട്രിഗർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഈവൻറ്റ് ലിസണർ യൂസ് ചെയ്തിട്ട് അത് ഹാൻഡിൽ ചെയ്യും. സോ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് img വ്യൂ 1 എന്ന് പറഞ്ഞിട്ടുള്ള ID യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് സോഴ്സ് ഈക്വൽ ടു URL ഡോട്ട് ക്രിയേറ്റ് ഒബ്ജക്റ്റ് URL മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ കറൻറ്റ് ടെമ്പററി ആയിട്ടുള്ള URLന് വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ഒബ്ജക്റ്റ് URL എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഈവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് 0, കാരണം ഒരു ഇമേജ് ഉള്ള ഒരു ഫംഗ്ഷനകത്ത് അത് നമ്മളിവിടെ ആ ഈവൻറ്റ് ആക്സസ് ചെയ്യും, ആ പ്രിവ്യൂ ഈവൻറ്റ് ഇവിടെ ആക്സസ് ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇമേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം തന്നെ അവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ വ്യൂ ഇമേജ് എന്നുള്ളത് 1 എന്നുള്ളത് 2 ആക്കി മാറ്റാം. ദെൻ ID img വ്യൂ 2 എന്നുള്ളത് രണ്ടാമത്തെ ഇമേജ് അങ്ങനെ ആക്സസ് ചെയ്യാം. അതുപോലെ 3ഉം 4ഉം ഇമേജസ് അതുപോലെ തന്നെ നമുക്ക് ഈ ഫംഗ്ഷനിൽ ഈവൻറ്റ് ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ 4 ഇമേജസ് നമ്മൾ പ്രിവ്യൂ ചെയ്തു. ഈ പ്രിവ്യൂ ചെയ്ത ഇമേജസ് നമുക്ക് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്ത് അതിൻ്റെ ഫയൽ നെയിം ക്രോപ്പ് ചെയ്തതിന് ശേഷം വേറെ പേരിലേക്ക് മാറ്റണം. സോ അതിന് വേണ്ടിയിട്ടാണ് വ്യൂ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഈവൻറ്റ് നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഇമേജസിൻ്റെ ഇൻഡെക്സ്, അതായത് 1 2 3 4 4 ഇമേജസിൻ്റെ 4 ഇൻഡെക്സുകൾ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നു. ഇൻപുട്ട് ഇവിടെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ റീഡർ ന്യൂ ഫയൽ റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ അസിൻക്രണസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫയൽ റീഡ് ചെയ്യുന്നത്. റീഡർ ഡോട്ട് ഓൺലോഡ്. സോ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് ഡാറ്റ URL, അതായത് ആ ഇമേജിൻ്റെ URL എന്ന് പറയുന്നത് റീഡർ ഡോട്ട് റിസൾട്ട്. റീഡ് ചെയ്തു, അതിൻ്റെ URL ആണ് നമ്മൾ പറയുന്നത്. സോ ലെറ്റ് ഇമേജ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജും ആ ഇമേജിൻ്റെ ഇൻഡെക്സ് നമ്പറും നമുക്കൊരു വേരിയബിളിലേക്ക് എടുത്ത് അസൈൻ ചെയ്യാം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫയൽ നെയിം എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇമേജ് ഡോട്ട് src ഡാറ്റ URL. ഇനി നമുക്ക് ക്രോപ്പർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രോപ്പറിൻ്റെ CDN ഓൾറെഡി അതിൻ്റെ CSS ഫയലും ജാവാസ്ക്രിപ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ക്രോപ്പർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും.
സോ അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യണം. അത് ഇമേജ് ആക്സസ് ചെയ്യുന്നു. ആ ഇമേജിൽ കുറേ നമ്മുടെ എങ്ങനെയാണ് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോയും വ്യൂ മോഡൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇത് കൂടുതലായിട്ട് പഠിക്കേണ്ട, അത് ഓരോ മൊഡ്യൂളിനും ഓരോ കോൺഫിഗറേഷൻ ആയിരിക്കും. അതങ്ങനെ തന്നെ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷനുള്ള ഡീറ്റെയിൽസ് പറയാൻ പറ്റും. അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. വ്യൂ മോഡ് 1, ഒറ്റ വ്യൂ മോഡിൽ സെറ്റ് ചെയ്യുന്നത്. സോ ഗേറ്റ്സ് ട്രൂ, ബാക്ക്ഗ്രൗണ്ട് ഫാൾസ്, ഇനി ക്രോപ്പർ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. സോ കണ്ടെയ്നറിനകത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ക്വറി സെലക്ടർ യൂസ് ചെയ്തിട്ട് ആ ക്രോപ്പ് ചെയ്ത ഇമേജ് ആക്സസ് ചെയ്യുന്നു. ഇൻഡെക്സ് ഡോട്ട് പേരന്റ് നോഡ്, പ്രോപ്പർ കണ്ടെയ്നർ ഡോട്ട് സ്റ്റൈല് ഡിസ്പ്ലേ ബ്ലോക്ക്. നമ്മൾ ക്രോപ്പ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് സേവ് ബട്ടൺ, ലെറ്റ് സേവ് ബട്ടൺ. ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ യൂസ് ചെയ്തിട്ട് ആ ബട്ടൺ നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ബട്ടണും ആ ഇമേജസിൻ്റെ ഇൻഡെക്സ് നമ്പറും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബട്ടണിൽ ഒരു ഈവൻ ലിസണർ ആഡ് ചെയ്യണം. സേവ് ബട്ടൺ ഡോട്ട് ആഡ് ഈവൻ ലിസണർ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അതിനൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ആ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ക്രോപ്പർ ഡോട്ട് ഗെറ്റ് ക്രോപ്ഡ് ക്യാൻവാസ്. ഇമേജ് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാവും, അതിനകത്ത് ഒരു ഇമേജ് ഉണ്ടാവും. സോ ദാറ്റ് ക്രോപ്ഡ് ഇമേജ്, ക്രോപ്പ് ചെയ്യാനുള്ള ആ ഇമേജ് നമുക്ക് ആക്സസ് ചെയ്യണം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ക്രോപ്ഡ് ഇമേജ് ബൈ
പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ആ ഇൻഡെക്സ് നമ്പറും, സ്പെസിഫിക് ഇമേജിൻ്റെ ഇൻഡെക്സ് നമ്പറും. ഇതെല്ലാം ആ ക്രോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. ആദ്യം പ്രിവ്യൂ നമ്മൾ ക്രോപ്പിങ് ചെയ്യാണ് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. cropped image .src assign cropped canvas to data URL image bar JPEG let timestamp. അതായത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈം വെച്ചിട്ട് നമ്മളൊരു ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് ഒരു റാൻഡം നമ്പർ അല്ല, ആ ടൈം സ്റ്റാമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രോപ്പ്ഡ് ഇമേജ് സേവ് ചെയ്യുന്നത്. യൂണീക്കായിട്ട് ഒരു ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ക്രോപ്പ്ഡ് -img ദെൻ ടെംപ്ലേറ്റ് ലിറ്ററൽ യൂസ് ചെയ്തിട്ട് ആ ടൈം സ്റ്റാമ്പ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു ഹൈഫൺ, പിന്നെ ആ ഇമേജിൻ്റെ ഇൻഡെക്സ് നമ്പർ. ആദ്യത്തെ ഇമേജ് ആണെങ്കിൽ ടൈം സ്റ്റാമ്പിൻ്റെ എൻഡിങ്ങിൽ 1 നിന്നായിരിക്കും, രണ്ടാമത്തെ ആണെങ്കിൽ 2 എന്നായിരിക്കും. അങ്ങനെ .png ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നത്. await cropped canvas to blob. ബ്ലോബ് എന്ന് പറയുന്നത് ഒരു ബൈനറി ലാർജ് ഓബ്ജക്റ്റ്, അതിനെ പറയുന്നതാണ്. സോ അതൊരു ഫയൽ ലെക്ക് ഒബ്ജക്റ്റ് ആണ്. നമുക്കൊരു ഫയൽസിനൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഇമേജിനെ ആക്സസ് ചെയ്യുന്നു. അതായത് ക്രോപ്പ്ഡ് ഇമേജിനെ നമ്മുടെ ഒറിജിനൽ ഇമേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും നമ്മൾ ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഫയൽ ലിസ്റ്റ്, ന്യൂ ഡാറ്റ ട്രാൻസ്ഫർ. നമ്മൾ ഫയൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ടായിരിക്കും എല്ലാ ഇമേജസും 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഫയൽ ലിസ്റ്റ് ഡോട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് ഇമേജ് ഫയൽ.
input dot files file list dot files. സോ ക്രോപ്പ്ഡ് ഇമേജസ് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കണ്ടെയ്നറിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫ്രെയിം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് നണ്ണാക്കി മാറ്റണം. സോ അതിനാണ് ക്രോപ്പ്ഡ് കണ്ടെയ്നർ ഡോട്ട് സ്റ്റൈൽ ഡിസ്പ്ലേ നൺ. ദെൻ നമുക്ക് ക്രോപ്പർ ആവശ്യമില്ല, ക്രോപ്പർ ഡോട്ട് ഡെസ്ട്രോയ് ചെയ്ത് നമുക്ക് കളയാം. ക്രോപ്പർ ഇൻസ്റ്റൻസ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്ട്രോയ് ചെയ്യും. ഇനി വരുന്നത് റീഡേഴ്സ് ഡാറ്റ യു ആർ എൽ ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നു. അതിലോട്ട് യൂസർ അപ്ലോഡ് ചെയ്ത ഇൻപുട്ട് ഡോട്ട് ഫയൽസ് ഇനി നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഇമേജസും തംബ്നെയിൽ പോലെ ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു empty array സെലക്റ്റഡ് ഇമേജസ് എന്ന് പറഞ്ഞിട്ടൊരു empty array ക്രിയേറ്റ് ചെയ്യാം. ദെൻ document dot get element by id input 1 ഒരു ഈവൻ ലിസണർ ആഡ് ചെയ്യുന്നു. ആഡ് ഈവൻ ലിസണർ ചേഞ്ച് ഹാൻഡിൽ ഫയൽ സെലക്ട്. നമുക്ക് ഈവൻ ഹാൻഡിലർ ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഫങ്ഷൻ ഹാൻഡിൽ ഫയൽ സെലക്ട്, നമ്മൾ ആ ഈവൻറ്റ് ഇവിടെ ട്രിഗർ ചെയ്യുന്നു. സോ ആ ഇമേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ആഡ് ഇമേജസ് കണ്ടെയ്നർ document dot
get element by id, added images container. Added images container dot inner html empty ആയിട്ട് സെറ്റ് ചെയ്യാം. const files events ഉള്ള എല്ലാ ഫയൽസും നമുക്ക് ആക്സസ് ചെയ്യാം. event dot target dot files. for loop യൂസ് ചെയ്തിട്ട് ആ ഫയൽസ് ഇമേജസ് എല്ലാം ഒരു ഫയലിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന എല്ലാ ഇമേജസും നമ്മൾ ഫയൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അത് ആക്സസ് ചെയ്യുന്നു. അറേയിലേക്ക് ആക്സസ് ചെയ്യുന്നു. ദെൻ അതിലോട്ട് നമ്മൾ ഓരോ ഫയലും പുഷ് ചെയ്യുന്നു. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് തമ്പനെയിൽ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു പാരന്റ് ഡിവ്. സോ അതിലോട്ട് നമ്മൾ ഒരു ഫയൽ ആഡ് ചെയ്യുന്നു, തമ്പനെയിൽ ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ഡോട്ട് ആഡ് തമ്പനെയിൽ. സോ നമ്മൾ പാരന്റ് ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിലേക്ക് നമ്മൾ ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു img ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് img, കാരണം ആ ടാഗിനകത്തായിരിക്കും നമ്മൾ ഓരോ ഇമേജസിൻ്റെ തമ്പനെയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. img ഡോട്ട് src url ഡോട്ട് ക്രിയേറ്റ് ഒബ്ജക്റ്റ് url യൂസ് ചെയ്തിട്ട് നമ്മൾ ബൈനറി ആ ഫോർമാറ്റിലോട്ട് നമ്മൾ എൻകോഡ് ചെയ്യുന്നു, ഫയൽ പാസ് ചെയ്യുന്നു. ദെൻ img ഡോട്ട് വോൾട്ട് ഓൾട്ടർനേറ്റീവ് ടാഗ് യൂസ് ചെയ്യുന്നു. അതായത് പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കിട്ടില്ലെങ്കിൽ ലോഡിങ് ഇമേജ് ലോഡ് ചെയ്യുന്നത് ഫെയിൽ ആവുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തമ്പനെയിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ തമ്പനെയിലിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്യാം. img ഡോട്ട് സ്റ്റൈൽ ഡോട്ട് വിഡ്ത്ത് 50 px,
ഹൈറ്റ് നമുക്ക് ഓട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാം. കോൺസ്റ്റ് റിമൂവ് ഐക്കൺ, അതായത് തമ്പനെയിലിൻ്റെ റൈറ്റ് ടോപ്പിലായിട്ട് ഒരു ഇൻറ്റു കണ്ടിട്ടില്ലേ, റിമൂവ് നമുക്ക് ഐറ്റം റിമൂവ് ചെയ്യാനുള്ള ഒരു ഐക്കൺ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റ് എലമെൻറ്റ് സ്പാൻ, റിമൂവ് ഐക്കൺ ഡോട്ട് ഇന്നർ HTML ടൈംസ്, അതായത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ സിമ്പിളിന് വേണ്ടിയിട്ടാണ്. റിമൂവ് ഐക്കണിൻ്റെ സിമ്പിൾ ഇൻറ്റു ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. സോ ആ ഇൻറ്റുവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ആരെയെന്ന് റിമൂവ് ചെയ്യണം. സോ റിമൂവ് ഐക്കൺ ഡോട്ട് ആഡ് ഈവൻ ലിസണർ, ക്ലിക്ക് ഫങ്ഷൻ കോൺസ്റ്റ്, ആദ്യം ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്യുന്നു. സെലക്ട് ഇമേജസ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഫയല്, നമുക്ക് ഫയലിൻ്റെ ഇൻഡെക്സ് അറിയാം 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ആ ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്തിട്ട് നോട്ട് ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ സെലക്റ്റഡ് ഇമേജസ് ഡോട്ട് സ്പ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഒറിജിനൽ അറേനെ മോഡിഫൈ ചെയ്യുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ദെൻ തമ്പനെയിൽ ഡോട്ട് റിമൂവ്, അതിനുശേഷം തമ്പനെയിൽ റിമൂവ് ആവണം. തമ്പനെയിൽ ഡോട്ട് അപ്പൻഡ് ചൈൽഡ്, കാരണം തമ്പനെയിൽ എന്ന് പറഞ്ഞാൽ പേരൻറ്റ് ഡിവിലേക്ക് നമ്മുടെ ഇമേജസും എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇമേജ് ഉണ്ട്, റിമൂവ് ചെയ്യാനുള്ള ഐക്കൺ അതും അപ്പൻഡ് ചെയ്യണം. added images container dot append child thumbnail. നമ്മളിവിടെ പറഞ്ഞ വിട്ടുയർന്നു, ഐക്കൺ സ്പെസിഫൈ ചെയ്യണം. റിമൂവ് ഐക്കൺ ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ഡോട്ട് ആഡ് റിമൂവ് ഐക്കണും കൂടി നമ്മുടെ റിമൂവ് ഐക്കൺ എന്ന് പറഞ്ഞാൽ അതിലോട്ട് ആഡ് ചെയ്യാണ്ട്. ഓക്കെ, അതും കൂടി സെറ്റായി. സോ ഫ്രണ്ട് എൻഡിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് റൂട്ട് ഡിഫൈൻ ചെയ്യാം.
router.post add products, admin auth uploads.array. മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ട്, സോ arrayയാണ് യൂസ് ചെയ്യുന്നത്. ഇമേജസ് 4 ഇമേജസ് ആണ്, സോ 4 എന്നുള്ളത് പാസ് ചെയ്യാം. then product controller dot add products. ഡിഫൈൻ ചെയ്യാം const add products നമുക്കാദ്യം പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ബോഡിയിൽ നിന്ന് ആക്സസ് ചെയ്യാം. റിക്വസ്റ്റ് ബോഡി, ഡാറ്റാബേസിൽ നിന്ന് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാം. പ്രോഡക്റ്റ് ഡോട്ട് ഫൈൻഡ് വൺ, പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് നെയിം പാസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഓൾറെഡി ഡാറ്റാബേസിൽ പ്രോഡക്റ്റ് ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും. if not product exists, ആദ്യം നമുക്ക് ഇമേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു empty ഇമേജസ് വരെ ഇനീഷ്യലൈസ് ചെയ്യാം. ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഫയൽസിൻ്റെ ഇമേജസിൻ്റെ പാത്ത് നമുക്ക് ആക്സസ് ചെയ്യണം. if request.files and request.files.length greater than 0, നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇമേജസിൻ്റെ പാത്ത് ആക്സസ് ചെയ്യുന്നു. കോൺസ്റ്റ് ഒറിജിനൽ ഇമേജ് പാത്ത് request.files.path. ദെൻ ഈ ഫയൽസ് എല്ലാം നമ്മൾ ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് എപ്പിസോഡ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഷാർപ്പ് യൂസ് ചെയ്തിട്ട് റീസൈസ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് അപ്ലോഡ് ചെയ്യണം.
path.join. സോ ഈ ഫോൾഡർ നിങ്ങളുടെ പബ്ലിക് ഫോൾഡറിൽ ഉണ്ടെന്നൊന്നും ക്രിയേറ്റ് ചെയ്യണം. പബ്ലിക്കിൽ അപ്ലോഡ്സ് പബ്ലിക് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ നിങ്ങളുടെ ഉണ്ടായിരിക്കണം. then request files dot file name. അതിലൂടെ നമ്മൾ റീസൈസ് ചെയ്യുന്ന ഇമേജസ് എല്ലാം പുഷ് ചെയ്യണം. ഇമേജസ് സോ ആദ്യം നമ്മൾ ഷാർപ്പ് യൂസ് ചെയ്തിട്ട് റീസൈസ് ചെയ്യുന്നു. ഷാർപ്പ് ഒറിജിനൽ ഇമേജ് പാത്ത് ഡോട്ട് റീസൈസ്. അതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യണം. വിഡ്ത്ത് 450, ഹൈറ്റും 450 ആയിട്ട് സെറ്റ് ചെയ്യാം. to file resized image path. then images push ചെയ്യുന്ന images dot push request file name. നമുക്കിനി കാറ്റഗറി ഐ ഡി ആക്സസ് ചെയ്യാം. await category dot find one products dot category. അതിൻ്റെ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് നോട്ട് കാറ്റഗറി ഐ ഡി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു എറർ ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന എല്ലാ ഡീറ്റെയിൽസും ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് ന്യൂ പ്രോഡക്റ്റ് നമ്മുടെ മോഡൽസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീൽഡും ആക്സസ് ചെയ്യണം. പ്രോഡക്റ്റ് നെയിം. സോ നിങ്ങൾ ഇത് ഡിസ്ക്രിപ്ഷനിൽ മോഡലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അത് മാച്ചിങ് ആണെന്ന് നോക്കണം. സോ മാച്ചിങ് അല്ലെങ്കിൽ അതിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോ മാത്രം കാണാൻ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മോഡലായിട്ട് മാച്ചിങ് ആണെന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് പോയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന മോഡലും നിങ്ങളുടെ മോഡലും തമ്മിൽ കമ്പയർ ചെയ്യണം. എല്ലാ ഫീൽഡുകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ. സോ ബ്രാൻഡ് പ്രോഡക്ട്സ് ഡോട്ട് ബ്രാൻഡ് കാറ്റഗറി ഐ ഡി dot id
റെഗുലർ പ്രൈസ് പ്രോഡക്ട്സ് ഡോട്ട് റെഗുലർ പ്രൈസ്, അതായത് ഫോമിൽ ഫില്ല് ചെയ്ത എല്ലാ ഫീൽഡുകളും നമ്മൾ ബാക്കെൻഡിൽ ആക്സസ് ചെയ്യുന്നു. സെയിൽ പ്രൈസ് products dot sale price, created on അതായത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഹോം പേജിൽ പുതിയ പ്രോഡക്റ്റ്, റീസെൻറ്റ് ആഡ് ചെയ്ത പ്രോഡക്റ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ടൈം വെച്ചിട്ടായിരിക്കും. ക്വാണ്ടിറ്റി സൈസ് സ്റ്റാറ്റസ് അവൈലബിൾ ആയിരിക്കും ഡീഫോൾട്ടായിട്ട്. await new product dot save. Return response dot redirect admin add products. Else കേസിൽ എറർ പാസ് ചെയ്യാൻ പ്രോഡക്റ്റ് ഓൾറെഡി എക്സിസ്റ്റ്, പ്ലേസ് ട്രൈ വിത്ത് അനദർ നെയിം. ക്യാച്ച് ഹാൻഡിൽ ചെയ്യാം. admin പേജ് എറർ. ദെൻ താഴെ വന്നിട്ട് ആഡ് പ്രോഡക്ട്സ്. നമുക്കിനി പ്രോഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. സോ ആഡ് പ്രോഡക്റ്റ് പേജിൽ വന്നതിന് ശേഷം
എല്ലാ ഫീൽഡും ഫില്ല് ചെയ്യാം. പ്രോഡക്റ്റ് നെയിമും ബ്രാൻഡ്, ഡിസ്ക്രിപ്ഷൻ, റെഗുലർ പ്രൈസ്, സെയിൽസ് പ്രൈസ്, ക്വാണ്ടിറ്റി, കളറ്, കാറ്റഗറി. ദെൻ പ്രോഡക്റ്റിൻ്റെ ഇമേജസ് 4 അപ്ലോഡ് ചെയ്യാം. നമുക്കൊരു ഷർട്ടിൻ്റെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്ത ഇമേജസിൻ്റെ പ്രിവ്യൂ, ദെൻ ക്രോപ്പ് ചെയ്യുന്നു, ദെൻ സേവ് ചെയ്യുന്ന സമയത്ത് ഫയൽ നെയിം റീനെയിമായിട്ട് സേവ് ചെയ്യുന്നു. ഇതുപോലെ 4 പ്രോഡക്റ്റും ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. പല ഡയറക്ഷനിലുള്ളത് അപ്ലോഡ് ചെയ്യണം. ഇത് ഞാൻ സെയിം ഫോട്ടോ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ 4 ഫോട്ടോയും അപ്ലോഡ് ചെയ്തു. ഇനി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 4 പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ MongoDB കോമ്പസിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഡേറ്റാബേസിൽ വന്നിട്ടുണ്ടോയെന്ന്. റിഫ്രഷ് ചെയ്യാം. യെസ്, നമ്മൾ സേവ് ചെയ്ത എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൽ ഇമേജസ് 4 ഇമേജസും ഒരു അറേ സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വാലിഡേഷൻ എല്ലാം നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എല്ലാം പ്രോപ്പർ ആണെന്ന്. ഇതിപ്പോൾ empty സ്പേസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ നമ്മുടെ എല്ലാ വാലിഡേഷനും പ്രോപ്പർ ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റെഗുലർ പ്രൈസ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം, എങ്ങനെ വരുന്നു നോക്കാം. ദെൻ സബ്മിറ്റ്. എന്താ അവിടുത്തെ റെഡ് ഇത് വന്നിട്ടുണ്ട്. നെഗറ്റീവ് വരുന്ന സമയത്ത് റെഡ് ഇതിൽ എറർ ഡിസ്പ്ലേ ചെയ്യും. ദെൻ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ എറർ അവിടെ നിന്ന് ക്ലിയർ ആയി. ഇതുപോലെ എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്ത് നോക്കാം.